കർഷകരെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സഹകരണ മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് വിപണനത്തിന് നമ്മുടെ ഇവിടെ തന്നെ സാധ്യതകൾ കണ്ടെത്താൻ കഴിയും. ഓരോ ഇടവകയും പള്ളിയോടൊപ്പം പള്ളിക്കൂടം, പള്ളിയോടൊപ്പം ഓരോ വിപണന കേന്ദ്രം. നേരത്തെ പള്ളിക്കൂടമായിരുന്നു, ഇനി കർഷകരെ സഹായിക്കാൻ പള്ളിയോടൊപ്പം വിപണന കേന്ദ്രം എന്ന ഒരു തീരുമാനം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. യുവജനങ്ങളെ സഹായിക്കുന്നതിനായിട്ട് നിരവധി പ്രോഗ്രാമുകൾ ഈ മേഖലകളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവരെ സഹായിക്കുന്നതിനായിട്ട് ഒരു ഫൗണ്ടേഷൻ, ഏറ്റവും കുറഞ്ഞത് 1 കോടി രൂപയുടെ ഒരു പദ്ധതി, അതിൽ നിന്ന് യുവജനങ്ങൾക്ക് സഹായമായിട്ട് പഠിക്കുവാൻ കഴിവുള്ളവരെ എന്ത് ബുദ്ധിമുട്ട് വില കൊടുത്തും പഠിപ്പിക്കും. അങ്ങനെ അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കും. നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിച്ചു. പ്രവാസികളുടെ ഒരു അപ്പോസ്റ്റലേറ്റ്, പ്രവാസികളായിട്ട് പുറത്തേക്ക് പോകുന്നവരെ രൂപതയോട് ചേർത്ത് നിർത്തുന്ന ഒരു അപ്പോസ്റ്റലേറ്റും ഇതിൻ്റെ പ്രത്യേകമായ തീരുമാനം. കർഷകർക്കായിട്ട് ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനവും വന്നിട്ടുണ്ട്. അതും പ്രത്യാശ നൽകുന്നതാണ്. അതോടൊപ്പം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. കുടുംബങ്ങളിൽ വിശ്വാസം ചോർന്നു പോകാതെ കൂടെ അനുഗമിച്ചുകൊണ്ട് അവരെ വൈദികരും സമർപ്പിതരും ധീരരായ ആത്മായ പ്രേക്ഷിതരുണ്ട്. കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണം. അതോടുകൂടി സഭ ശക്തിപ്പെടുകയുള്ളൂ. ഇങ്ങനെ നല്ല നല്ല ധാരാളം തീരുമാനങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്.